കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ പോകുന്നതുണ്ടല്ലോ എൻ്റെ തലയിൽ തേക്കുന്ന ഒരു ഷാമ്പു തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഷാമ്പു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും വേണ്ട കുറേ കെമിക്കൽസൊക്കെ ചേർന്നാണ് കേട്ടോ. ഇത് ഷാമ്പു എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ചെമ്പരത്തി തളിയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഞാനത് പറിക്കാനായിട്ട് പോവാണേ. അപ്പം നമ്മുടെ വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നടന്ന് അപ്പുറത്തെ കുറച്ചും കൂടെ മാറിയാണ്. അവിടെ നിന്നാണ് ഞാൻ ചെമ്പരത്തി പൂവും ചെമ്പരത്തി തളിയൊക്കെ പറിക്കുന്നത് കേട്ടോ. പോകുന്ന വഴിക്കായിരുന്ന കുഞ്ഞു കുഞ്ഞു പോളകളാണ് നിങ്ങളെ ഞാൻ കാണിച്ചു കേട്ടോ. താൻ നോക്കിക്കുക, നമ്മുടെ ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂവും കണ്ട് എന്ത് രസമാണ് അല്ലേ? നല്ല പൂത്ത് നിൽക്കുന്ന പൂവും നല്ല ഭംഗിയില്ലേ? പച്ചപ്പിൻ്റെ ഇടയിൽ റെഡ് കളറ് അല്ലെങ്കിൽ ഗ്രീന് റെഡ് നല്ല കോമ്പിനേഷനാണ് അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പറിക്കണോ വേണ്ടത് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മുടെ മുടി നോക്കണ്ടേ, അപ്പോഴത്തേക്കും കുറച്ച് പറിച്ചു. അതെല്ലാമായിട്ട് ഞാൻ വീട്ടിൽ വന്ന് ചെരുവത്തിനകത്തിട്ട് ഇലയും കുറച്ച് പൂവേ പറിച്ചുള്ളൂ കേട്ടോ. ഒരുപാട് ഞാൻ പറിച്ചില്ല, നിൽക്കുന്ന കണ്ടിട്ട് നമുക്ക് പറിക്കാനായിട്ട് തോന്നിയില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് പൂവും കുറച്ച് ഇലയും കൂടെ ഒക്കെ പറിച്ചു. അപ്പോൾ പിന്നെ മഴയായിരുന്നു, വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്നാലും ഒന്ന് വാഷ് ചെയ്യണമല്ലോ. എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടി ഞാൻ കുറച്ച് വെള്ളമൊക്കെ അതിലേക്ക് ഒഴിച്ചു കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത്, ചിലപ്പോൾ ഈ ചുക്കിലിയും അല്ലാതെ ഈ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ചെറിയ ചെറിയ പൊടികളും ഇട്ടുകാലിയൊക്കെ കാണുമല്ലോ. അപ്പോൾ അതെല്ലാം ഇലയെല്ലാം ഞാൻ നോക്കി ക്ലീൻ ചെയ്തിട്ട് ഞാനതെല്ലാം നന്നായിട്ട് കഴുകി കേട്ടോ. എന്നിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് ഞാൻ അരച്ചെടുത്ത് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്ത് കേട്ടോ. ഇതുപോലെ ആക്കിയെടുത്ത് എന്നിട്ട് ഇങ്ങനെ ആക്കിയെടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് ലൂസായിട്ട് കിട്ടും കേട്ടോ. കൈ കൊണ്ട് ഞെരടുമായിരുന്നു പണ്ട് കാലത്തെ ആൾക്കാർ ചെയ്തത്. ഇപ്പം നമുക്കതിനൊന്നും മടിയാണ്, ഒന്നാമത് നമുക്ക് അതൊന്നും കഴിയാത്തതുകൊണ്ട് ഞാൻ മിക്സിയിലിട്ട് അരച്ചു കേട്ടോ. കൈയിട്ട് ഇങ്ങനെ ഞെരടി എടുക്കുമ്പം അതിൻ്റെ നീര് നന്നായിട്ട് കിട്ടും കേട്ടോ. ഇത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നല്ലൊരു ലൂസായിട്ടാക്കാം കേട്ടോ. ലൂസാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ലൂസാക്കാം. പിന്നെ ഈ ഇല അരച്ച് നമ്മൾ അരിപ്പയും കൂടെ അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നീരായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ തേക്കേണ്ടവർക്ക് അങ്ങനെ തേക്കാം, അല്ലാത്തവർക്ക് ഇങ്ങനെ തേക്കാം കേട്ടോ. ഞാൻ പിന്നത്തെ രണ്ട് വശത്തേക്ക് ഞാൻ നമ്മളൊക്കെ ഏത് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ആ ഹെയർ ഓയിൽ ഉപയോഗിച്ച് തല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഈ ചെമ്പരത്തിയുടെ നമ്മൾ താളി തയ്യാറാക്കിയത് തലയിലെല്ലാം നല്ലതുപോലെ ജടക്കെല്ലാം കളഞ്ഞ് അറിയാമല്ലോ നിങ്ങൾക്ക്, ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുള്ള കേട്ടോ. അതുപോലെ എല്ലാം നല്ലതായിട്ട് നമ്മുടെ ചെമ്പരത്തിയുടെ അത് തലയിൽ തേച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നമ്മൾ അരിച്ചെടുത്തില്ലേ, നിങ്ങൾക്ക് അരിച്ച് നീരായിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് തോർത്തയിലോ അല്ലെങ്കിൽ തുണിയിലോ ഒക്കെ എടുത്ത് പിഴിഞ്ഞ് നമുക്ക് നീര് തന്നെയായിട്ട് എടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ അങ്ങനെ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ അങ്ങ് തേക്കുന്നത് കേട്ടോ. താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ല, എനിക്ക് മടിയായിട്ടാട്ടോ ഞാൻ ഇതുപോലെ അങ്ങ് തേക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ തലയിലായ ഇല പറ്റിപ്പിടിക്കും, തരതരി പോലത്തെ ഇലകൾ പറ്റിപ്പിടിക്കുന്നൊന്നും ചിന്തിക്കേണ്ട. അത് നമുക്ക് അരിപ്പയും കൊണ്ട് അരിപ്പയല്ല, ഉണങ്ങിക്കഴിഞ്ഞ് ചീപ്പുകൊണ്ട് ചെയ്യുമ്പോൾ ഇല മൊത്തം പോകും കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ നന്നായിട്ട് തലയൊക്കെ ഞാൻ പിന്നെ മസാജിങ്ങിൻ്റെ കാര്യവും സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യണം അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഓൾറെഡി എൻ്റെ വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുക്കാത്ത കേട്ടോ. അപ്പോഴത്തേക്കും നന്നായിട്ട് ഞാൻ മസാജിങ് ഒക്കെ ചെയ്തു, നല്ലതുപോലെ ഞാൻ അതെല്ലാം പിടിപ്പിച്ചു കേട്ടോ. ഏറ്റവും നല്ല സാധനം എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ചെമ്പരത്തി തള എന്ന് പറയുന്നത്. ഉണ്ടാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ കൈ കൊണ്ടൊന്നും ചെയ്യേണ്ടതേ, നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയെന്ന്. പക്ഷേ അടിപൊളി എന്തോരം തണുപ്പാണെന്നറിയാം തലയിലോട്ട് തേക്കുമ്പോഴത്തേക്കും. നല്ല ബെസ്റ്റ് സാധനമായിട്ടോ നമ്മുടെ മുടിയുടെ ഗ്രോത്തിനും പിന്നെ അതുപോലെ തന്നെ ഡാൻഡ്രഫിനും ഒക്കെ നല്ല ബെസ്റ്റായിട്ടോ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതാണ് എൻ്റെ ഷാമ്പു കേട്ടോ. ഞാൻ കെമിക്കൽസ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യാറില്ല, ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ യൂസ് ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ ഉണ്ട്, ഇടയ്ക്കൊക്കെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം ഇടയ്ക്ക് വല്ലപ്പോഴും മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതലും ഞാൻ ചെമ്പരത്തി താളിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഷാമ്പു ഏതാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ എൻ്റെ ചാനലിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറം ഒരു ബെൽ ബട്ടൺ കാണും കേട്ടോ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കാണും കേട്ടോ. ആ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ ഈ ചെമ്പരത്തി പൂവിന് ഒട്ടേറെ ഒരുപാട് ഗുണങ്ങളാണ് ഉള്ളത് കേട്ടോ. ആ ഗുണങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വേറൊരു ദിവസം വരുന്നതായിരിക്കും കേട്ടോ. അതുവരേക്കും ടാറ്റാ ബൈ.